ഗൈസ്, വെൽക്കം ബാക്ക് ടു അഞ്ജു സ്പൈസ് ഗാർഡൻ. എൻ്റെ പേര് അഞ്ജു. ഞാനിപ്പോൾ ഉള്ളത് US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണ്. ഞങ്ങൾ ന്യൂയോർക്കിൽ നിന്ന് മൂവ് ചെയ്താണ്. സോ ഞാൻ ന്യൂയോർക്കിലും നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ കുറേ പ്രാവശ്യം കുറേ ജോബ്സ് ഇങ്ങനെ മാറി കുറേ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് പുതിയ ജോലിയിലേക്ക് ഇങ്ങനെ പുതിയതായിട്ട് മാറി എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയി. ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറുമ്പോൾ എൻ്റെ മൈൻഡിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസും ഒക്കെ കിട്ടും. കാരണം നിങ്ങൾ പുതിയ കൺട്രിയിലേക്ക് വരുന്നു, പുതിയ കൾച്ചറിലേക്ക് വരുന്നു, പുതിയ ജോലി. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു നല്ല കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എനിക്കൊന്ന് ഞാൻ സിക്കായി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഞാനിത് എടുക്കുന്നത്. ഇത് ഫസ്റ്റ് വീഡിയോ ശരിക്കും ഓക്കെ വരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ ഒരു ഫുൾ എനർജിയും കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇച്ചിരി വയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, എനിവേ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ജോലി നിങ്ങൾ എന്നാണ് സ്റ്റാർട്ട് ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ടൈമും ഒക്കെ കറക്റ്റായിട്ട് എപ്പോഴാണ് ജോയിൻ ചെയ്യേണ്ടത്, രാവിലെ 7 മണിക്കാണോ 8 മണിക്കാണോ ഒക്കെ അവർ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതെല്ലാം എടുത്ത് റെഡി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ അവിടെ ആ ഒരു ഏരിയയിൽ ഹോസ്പിറ്റൽ അറൗണ്ട് ഏരിയയിലൊക്കെ ട്രാഫിക്ക് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ പലതും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇത്ര സമയമുള്ളതെന്ന് വിചാരിച്ച് ആ സമയത്ത് അവിടെ എത്തണമെന്നില്ല. സോ പങ്ക്ച്വാലിറ്റി ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നാട്ടിലൊരു ഫംഗ്ഷൻ വെക്കുന്ന പോലെയോ നാട്ടിൽ ജോലിക്ക് ഇത് ആക്കുന്ന പോലെയോ ഒന്നും അല്ല. ഇവിടുത്തെ ആൾക്കാരൊരു സമയം പറഞ്ഞതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പുതിയ ജോലിയൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ എത്താൻ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആ ഒരു സ്റ്റാർട്ട് ഡേറ്റിന് മുന്നേ ആ ഏരിയയിലെ ട്രാഫിക് എങ്ങനെയാണ്, ഈ സമയത്ത് എങ്ങനെയാണ് ട്രാഫിക്കൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ച സമയത്ത് ഫസ്റ്റ് ഡേയിൽ കറക്റ്റ് ടൈമിന് എത്താൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ പാർക്കിംഗ് ഒക്കെ എവിടെയാണെന്നും ഒക്കെ നേരത്തെ ഒന്ന് അറിഞ്ഞ് റെഡിയാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടത്തില്ല, അങ്ങനെ നിങ്ങൾ ലേറ്റായി, അങ്ങനെ ഫസ്റ്റ് ഡേ തന്നെ ലേറ്റ് ആവാതെ അതൊക്കെ ഒന്ന് അറിഞ്ഞു വയ്ക്കുക. ഇനി പറയാൻ പോകുന്ന കാര്യം, ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊരു വീഡിയോയിൽ വളരെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞതാണ്. ഞാൻ അതിൻ്റെ പ്രൊഡക്ട്സ് ഒക്കെ കാണിച്ചായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് അത് പറയുന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ എല്ലാവരും ഡിയോഡ്രൻറ്റ് യൂസ് ചെയ്യണം പ്ലീസ്. നമ്മുടെ ഇന്ത്യൻസിനെ കുറിച്ച് അല്ലെങ്കിൽ തന്നെ ഒരു ഇതുണ്ട്, വേർപ്പനാറ്റം, നമ്മൾ ഡിയോഡറൻറ്റ് യൂസ് ചെയ്യത്തില്ല അങ്ങനെയൊക്കെ. നമ്മൾ ചിലപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം കുളിക്കുന്ന ആൾക്കാരായിരിക്കും. കുളിക്കുന്ന ഡിഫറൻറ്റും നിങ്ങളുടെ ബോഡി ഓർഡർ ആ ഒരു സംഭവം അത് ഡിഫറൻറ്റുമാണ്. നിങ്ങളെല്ലാവരും ഡിയോഡറൻറ്റ് യൂസ് ചെയ്യണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഫേമസ് ഒരു പ്ലേസിൽ പോയി. അപ്പം അത് റീസെൻ്റ് ആയിട്ട് നടന്ന ഇഷ്യൂ. ഇതിന് മുന്നേ ഇഷ്ടം പോലെ സംഭവങ്ങൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. ഞങ്ങളവിടെ പോയപ്പോഴത്തേക്കിന് ഈ കുറേ ഇന്ത്യൻസ് ആൾക്കാർ ഇങ്ങനെ ഫാമിലി ആയിട്ടും അല്ലാതൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഭയങ്കര വേർപ്പനാറ്റമായിരുന്നു. എനിക്ക് ഭയങ്കര പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ എന്നിട്ട് ബസ്സിലൊക്കെ കയറി ഇങ്ങനെ ബസ്സിൽ പോകാനുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന വേറെ ആൾക്കാർ ഇവരെ കണ്ടിട്ട് ഇങ്ങനെ തല ഷേക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പം അവരെല്ലാ ഇന്ത്യൻസിനെ ആ കൂട്ടത്തിൽ പെട്ടു. എന്നിട്ട് ഇവരിങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾ റിയലൈസ് ചെയ്തില്ല, നിങ്ങളുടെ ഓൺ സ്മെല്ല് ചിലപ്പോൾ നിങ്ങൾക്ക് അത് എപ്പോഴും ഉണ്ടാക്കുന്നതുകൊണ്ട് പിടി കിട്ടാത്തായിരിക്കും. നിങ്ങൾ നടന്ന് പോയ വഴിയിൽ കുറേ നേരം ആ ഒരു സ്മെല്ല് നിൽക്കും. നിങ്ങൾ ഡിയോഡറൻറ്റ് യൂസ് ചെയ്യുക പ്ലീസ്. നിങ്ങൾ അതിന് പകരം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കുളിച്ചത് കൊണ്ടോ കുറേ പെർഫ്യൂം വാരി തേച്ചത് കൊണ്ടോ ഒന്നും ഇതില്ല. അതുകൊണ്ട് ഇവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഞാൻ ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും വേണ്ട, ഏതെങ്കിലും ഡിയോഡറൻറ്റോ എന്തെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുക പ്ലീസ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ കറികൾ ഉണ്ടാക്കുന്നത് ഒക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കറി സ്മെല്ല് തങ്ങി നിൽക്കും നമ്മുടെ വീടുകളിൽ. നാട്ടിലത്തെ പോലെ അല്ല ഇവിടുത്തെ വീടുകളൊന്നും എപ്പോഴും വിൻഡോ ഓപ്പൺ ചെയ്യാനും ഇതാക്കാനും കറങ്ങാനും കാറ്റടിക്കാനും ഒന്നും പറ്റത്തില്ലെങ്കിൽ ആ ഒരു സ്മെല്ല് നിൽക്കുന്ന കാരണം നിങ്ങൾ ചിലപ്പോൾ തലേദിവസം അതിൻ്റെ മുന്നത്തെ ദിവസമായിരിക്കും കറി ഉണ്ടാക്കിയത്. അന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ന് സ്മെൽ ഇല്ലാതിരിക്കണം എന്നല്ല, അവിടെ തന്നെ ആ സ്മെല്ല് കാണും. അതുകൊണ്ട് നിങ്ങളൊരു ഓർഡർ എലിമിനേറ്റിംഗ് ഫെബ്രീസോ അങ്ങനെ എന്തെങ്കിലും, ഫെബ്രീസാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വേറെ ഏതെങ്കിലും മതി, നിങ്ങളത് യൂസ് ചെയ്തിട്ട് അതൊക്കെ നമ്മളെ ഇന്ത്യൻസിൻ്റെ മെയിൻ ഇതാണ് വേർപ്പനാറ്റം, കറി സ്മെൽ. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മൈൻഡിൽ വെച്ചിരിക്കുക. അത് ഉണ്ടാവരുത് നിങ്ങൾ പുതിയൊരു ജോലിക്ക് എസ്പെഷ്യലി പോകുമ്പോൾ. ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇംപ്രഷൻ കിട്ടാതിരിക്കാൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ, ഈ പോയിൻ്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പറയുന്നത്, സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ട് പ്ലീസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം പ്ലീസ്. പുതിയൊരു ജോലി കയറുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കുറേ പാസ്വേഡും കുറേ ഇമെയിൽസും റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളൊരു ഫുള്ളി ചാർജ് ചെയ്ത ഒരു ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഫസ്റ്റ് ഡേ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയെടുക്കണമെങ്കിലോ നിങ്ങൾക്ക് നോട്ടായിട്ടോ വല്ല ഫോണിൽ ഇതാക്കാം. ഫോൺ സൈലൻ്റ് ആയിരിക്കണം കേട്ടോ.
ഫോൺ നമ്മുടെ കയ്യിൽ എപ്പോഴും വെക്കാൻ പറ്റും. ആരും ഫോൺ യൂസ് ചെയ്യാക്കത്തില്ല. ഫോൺ കയ്യിൽ വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ബ്രേക്ക് ടൈമിലൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് സൈലൻ്റ് ആയിട്ട് കയ്യിൽ വെച്ചിരിക്കുക. ഞാൻ ഫുള്ളി ചാർജ്ഡ് എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഫസ്റ്റ് കയറുന്ന സമയത്ത് എൻ്റെ ഫോണിൽ ചാർജ് നിൽക്കുന്നില്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഇങ്ങനെ കുറേ പ്രാവശ്യം ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എൻ്റെ ഫോൺ ചാർജ് ഇറങ്ങി പോകുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾക്കൊക്കെ അടിപൊളി ഫോൺ കാണും ഉറപ്പായിട്ടും. അതുകൊണ്ട് ഞാൻ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പം നിങ്ങളുടെ മൈൻഡിൽ കുറേ പാസ്വേഡും ഒക്കെ മൈൻഡിൽ വെച്ചിരിക്കാം. കാരണം ഒത്തിരി പാസ്വേഡ്, നിങ്ങൾ കമ്പ്യൂട്ടർ ലോഗിൻ ചെയ്യാൻ ഒരു പാസ്വേഡ്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിലേക്ക് കടക്കാൻ ഒരു പാസ്വേഡ്, നിങ്ങളുടെ ലേണിംഗ് കോഴ്സ് ചെയ്യാൻ വേറൊരു ഇമെയിൽ ഐ ഡി പാസ്വേഡ്, അങ്ങനെ പല പാസ്വേഡ് കാണാം. അപ്പോൾ അത് മൈൻഡിൽ വെച്ചിരിക്കുക കേട്ടോ. ഒരു ഡയറിയും ഒരു പെന്നും. അപ്പോൾ ഈ ഡയറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചില ആൾക്കാർ ഇങ്ങനെ ബുക്കൊക്കെ ആയിട്ട് കൊണ്ടുപോകും. നിങ്ങൾ ബുക്ക് അല്ലാതെ ഈ പോക്കറ്റ്, അത് എൻ്റെ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ നമ്മുടെ എപ്പോഴും ജാക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രബിന് എന്തെങ്കിലും പോക്കറ്റ് കാണും, അതിന് പറ്റിയ ഒരു ചെറിയ ഡയറി കൊണ്ടുപോവുകയാണെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് ഡേ മുതൽ പിന്നെ എപ്പോഴും യൂസ് ചെയ്യാം. അല്ല, നിങ്ങൾ ബുക്കൊക്കെ ആദ്യം വലിയ സ്റ്റൈലിന് യൂസ് ചെയ്യായിരിക്കും, അതിലെല്ലാം എഴുതാം. പിന്നെ നിങ്ങളുടെ ജോലി തുടങ്ങി കഴിയുമ്പോൾ ആ ബുക്ക് നിങ്ങൾക്ക് എവരിഡേ ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു ഡയറി ആണെങ്കിൽ നമുക്ക് ഡോർ കോഡും അങ്ങനത്തെ ഇവിടെ എല്ലാം കോഡായിരുന്നു തുറക്കാനൊക്കെ. അപ്പോൾ എല്ലാത്തിനും ഡിഫറെൻറ്റ് കോഡ്സൊക്കെ ആയിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് എഴുതി വെക്കാനോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും എഴുതി വെക്കാനോ ഒക്കെ അത് ഉപകരിക്കും. പിന്നെ നിങ്ങളുടെ ജോലി തുടങ്ങി കഴിയുമ്പോൾ അതിൻ്റേതായ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലായിടത്തോട്ടും ഏതെങ്കിലും അങ്ങോട്ടെങ്കിലും വിളിക്കാനുള്ള ഇതും അങ്ങനത്തെ ചെറിയ നമ്പേഴ്സും കോഴ്സും ഒക്കെ എഴുതി വെക്കാൻ ആ കൊച്ചു ഡയറി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയ ബുക്കിനെ കഴിഞ്ഞ് ബുക്കും കൊണ്ടുപോകാം, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇവിടെ എല്ലാവരെയും നമ്മൾ പേരാണ് വിളിക്കുന്നത്, അല്ലാതെ ചേച്ചി, ആൻറ്റി, അങ്കിൾ ഒന്നും ഇവിടെ വിളിയില്ല. അപ്പം നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് പ്രിപ്പയർഡ് ആയിരിക്കണം. കാരണം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത 75 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നേ. അമ്മച്ചിയല്ല, ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആട്ടോ, നമ്മളെ കഴിഞ്ഞ് സ്ട്രോങ് ആണ്. അപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ അവരെ പേര് വിളിക്കാനൊക്കെ ഭയങ്കര ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നിങ്ങൾ ആ മൈൻഡ് ഓൾറെഡി നിങ്ങൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോഴാണ് ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയും ജോലിക്ക് കയറുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി അത് അങ്ങനെ ആയിരിക്കുമല്ലോ. പേര് എല്ലാവരും വിളിക്കാം, അങ്ങനെ ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കോൺഫിഡൻ്റ് ആയിട്ട് വിളിക്കാം. നിങ്ങളുടെ മാനേജറിനെ ആണെങ്കിലും എല്ലാവരും നമ്മൾ പേരാണ് വിളിക്കുന്നത്. ഹായ് ഡേവിഡ്, ഹായ് ബോസ്, അല്ലെങ്കിൽ ഹായ് എല്ലാ പേര്, ഹായ് ബ്രൗൺ, അങ്ങനെ എല്ലാവരെയും നമ്മൾ പേര് വിളിച്ചാൽ മതി. അത് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും വരണം. അപ്പോൾ അതൊരു കോൺഫിഡൻസ് ഇതായിരിക്കും. നമ്മൾ ഇത്ര വലിയ ആൾക്കാരെ പേരെങ്ങനെ വിളിക്കും അങ്ങനെ. പിന്നെ ഒബ്വിയസ്ലി ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ ഡോക്ടർ അവരുടെ ലാസ്റ്റ് നെയിം കൂട്ടിയിട്ടാണ് വിളിക്കുന്നത് ഇവിടെ എല്ലാവരും. അത് നിങ്ങൾ കുറച്ച് പേർക്ക് അറിയായിരിക്കും. നമ്മളിപ്പോൾ ഹോയ് അല്ലെങ്കിൽ പേര് ക്രിസ് ഹോയ് എന്നാണ് വിചാരിച്ചോ. ക്രിസ് ആണ് അവരുടെ ഒറിജിനൽ പേര്, ഹോയ് ഡോക്ടർ. അപ്പം നമ്മൾ അതിനെ ഡോക്ടർ ഹോയ് എന്നാണ് വിളിക്കുന്നത്. അത് അനസ്തീഷ്യോളജിസ്റ്റിനെ നമ്മൾ അങ്ങനെയാണ്, ഡോക്ടേഴ്സിനെ അങ്ങനെയാണ് വിളിക്കുന്നത്. എൻ്റെ കാര്യത്തിൻ്റെ കൂടെ തന്നെ പറഞ്ഞത് ഇവിടെ വളരെ വിചിത്രമായ പേരുകളാണ് എല്ലാവർക്കും ഉള്ളത്. അവരങ്ങ് കാഷ്വലി അത് പറഞ്ഞു വിടും. കാരണം അവർക്കത് നോർമൽ പേരാണല്ലോ. നമ്മൾ കേൾക്കുന്നതിൻ്റെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും അതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ. അതുകൊണ്ട് ആൾക്കാരുടെ പേര് നിങ്ങൾ വളരെ സൂക്ഷിച്ച് കേൾക്കുക. എന്നിട്ട് അതിൻ്റെ സ്പെല്ലിങ് മേ ബി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ അവരുടെ ലാസ്റ്റ് നെയിം, ഇവിടെ എല്ലാവരും ലാസ്റ്റ് നെയിം ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ കോവർക്കേഴ്സൊക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടറിൽ എല്ലാവരുടെ നെയിം ഓൾറെഡി കാണും. അപ്പോൾ ലാസ്റ്റ് നെയിം ചോദിച്ചു കഴിഞ്ഞാൽ, ലാസ്റ്റ് നെയിം അടിച്ച് ചോദിച്ചാൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൂടെ ഒന്നിച്ച് വരും. അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ പേരുകൾ നമ്മൾ അവരോട് വലിയ കമ്പനിയും നമ്മുടെ കോവർക്കറും ഒക്കെ ആകുമ്പം നമ്മൾ ആ പേരുകൾ വളരെ സൂക്ഷിച്ച് കേൾക്കുക. ചില പേരൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ, ചില പേരുകൾ ഭയങ്കര സ്ട്രേഞ്ച് ആണ്. അവരത് നോർമലി പറഞ്ഞു, പക്ഷെ നമുക്കത് നോർമൽ അല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര കീനായിട്ട് കേൾക്കുക കേട്ടോ. ആ ഒരു കൂട്ടത്തിൽ തന്നെയാണ് നമ്മുടെ പേരിൻ്റെ കാര്യം. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കുറച്ച് എലിവേറ്റ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മളെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. എസ്പെഷ്യലി നമ്മുടെ പേരുകൾ കുറച്ച് യുണീക്കാണ്, ഇവിടെ ആൾക്കാർ കേട്ടിട്ടില്ല. എസ്പെഷ്യലി എൻ്റെ പേര് ഇപ്പം ഹായ് മൈ നെയിം ഈസ് അഞ്ജു എന്ന് പറഞ്ഞാൽ അവരൊന്നുകൂടി ചോദിക്കും എന്താ അഞ്ചി. എല്ലാവരും നമ്മുടെ പേരിന് എന്തെങ്കിലും അവർ കണക്ട് ചെയ്തിട്ട് വേറൊരു പേരായിരിക്കും പറയുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കുന്നത് അഞ്ചി എന്നായിരുന്നു. അതിപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ANJU. നമ്മൾ ഇപ്പം നമ്മളിങ്ങനെ ANJU അങ്ങനെയല്ല പറയട്ടെ. എല്ലാം നല്ല സ്പെസിഫിക് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ പേരുകൾ അവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ പേര് അവരെ പറഞ്ഞ് അവർക്ക് അത് ആ സ്ട്രൈക്ക് കൊടുക്കുക എന്നുള്ളത്. അന്നേരം ഇവിടെ എല്ലാവരും പേരാണ് വിളിക്കുന്നത്. സോ അവർക്ക് നമ്മുടെ പേര് അറിയത്തില്ല, നമ്മൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. സോ അവർക്ക് ആ പേര്, നമ്മുടെ പേര് പഠിക്കണം, അവർക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഇൻട്രൊഡക്ഷൻ പറയുമ്പം മൈ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പേര് പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു പോസ് അവിടെ കൊടുക്കണം, അവർക്കത് ക്യാച്ച് ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ചില പേരൊക്കെ ഇപ്പോൾ തോമസ്, ജോസ് എന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരിക്കും. പക്ഷേ ചില പേരുകൾ, എൻ്റെ പേര് തന്നെ എക്സാമ്പിൾ, അവർക്ക് അത്ര പെട്ടെന്ന് കിട്ടത്തില്ല. ഇതൊരു വേറൊരു പേരാണല്ലോ എന്ന് പറയും. അതുകൊണ്ട്
നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഭയങ്കര സ്പെസിഫിക്കും കുറച്ച് സ്ട്രോങ് നല്ല വോളിയത്തിൽ സംസാരിക്കണം. ഇവിടെ ആരും മർമർ ചെയ്തുകൊണ്ടിരിക്കത്തില്ല, എല്ലാവരും നല്ല ലൗഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് ആദ്യത്തെ ദിവസം എൻ്റെ പേര് ഇതാണ് എന്ന് പറയാൻ നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് പോകുക. അത് തന്നെ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അടിപൊളിയാക്കും. ഇത് ഞാൻ എന്നെ എക്സാമ്പിൾ എടുത്തിട്ട് പറയുന്നതാണ് കേട്ടോ. ഞാൻ എല്ലായിടത്തും വലിയ ഭാവമായി അങ്ങനെയാണ് ഞാൻ എൻ്റെ ഞാൻ ഭയങ്കര ടോക്കറ്റീവും ഭയങ്കര കമ്പനിയൊക്കെ ആണെങ്കിലും ഫസ്റ്റ് ഡേ നമുക്ക് ആരും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര പാവത്താനെ പോലെ ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കട്ടെ, ഒരാവശ്യമില്ല. നമ്മൾ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. നമ്മൾ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യണം, എല്ലാം എന്താ നടക്കുന്നതെന്നുള്ള കാര്യം നല്ലതായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ആരെങ്കിലും കാണും, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ചറ പറ ചോദിച്ചുകൊണ്ടിരിക്കണം, ക്ലാരിഫൈ ചെയ്ത് പോകണം, ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയേ ചെയ്തത്. നിങ്ങൾ പുതിയൊരു കൺട്രിയിൽ, പുതിയൊരു കൾച്ചറിൽ, പുതിയൊരു ഇംഗ്ലീഷ് ആക്സെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് മാക്സിമം ക്യാച്ച് ചെയ്യാൻ നിങ്ങളുടെ 2 മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ലിസൺ ചെയ്യണം. ആരെന്ത് പറയാനും ഇങ്ങനെ ചെവി കൂർമ്മിച്ചിരിക്കണം, ഒരിക്കലും റിലാക്സ്ഡ് ആയി പോവരുത്. പിന്നെ അവരുടെ ലിപ്പ് മൂവ്മെൻറ്റ്സ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നല്ലതായിട്ട് കണ്ണി നോക്കി ലിപ്പ് മൂവ്മെൻറ്റ്സ് ശ്രദ്ധിച്ചാൽ അവർ പറയുന്നത് ശരിക്കും മനസ്സിലാവും. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ട്രിക്കാണ്. എല്ലാം ലിസൺ ചെയ്തുകൊണ്ടിരിക്കണം, എന്താ പറയുന്നത്. വേറെ ആൾക്കാർ സംസാരിക്കുന്നതാണെങ്കിൽ നമ്മൾ നല്ല ലിസൺ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ആക്സെൻറ്റ് ഫെമിലിയർ ആയിട്ട് വരത്തുള്ളൂ. പറയാൻ വിട്ടുപോയ കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ലോക്കർ കിട്ടും. അപ്പം നിങ്ങളുടെ വാല്യുബിൾ തിങ്സ് ഒന്നും നിങ്ങളുടെ ലോക്കർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിന് ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതിലത്തെ എല്ലാം ഇട്ടിട്ട് പോരുത് കേട്ടോ. പണ്ട് എൻ്റെ കൊച്ചിലെ ഞാനൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഇവിടെയല്ല, ഞാൻ നാട്ടിൽ എൻ്റെ ഫസ്റ്റ് ജോലിക്ക് കയറിയപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഒരു പില്ലോടെ അണ്ടറിൽ വെച്ചിട്ട് ആ ഫോൺ അപ്പം തന്നെ ആരോ എടുത്തിട്ട് പോയി. അങ്ങനത്തെ ബുദ്ധിമോശം നിങ്ങൾ കാണിക്കില്ലെന്നറിയാം, എന്നാലും പറഞ്ഞതാണ്. നിങ്ങൾക്കൊരു ലോക്കർ കിട്ടി, നിങ്ങളുടെ പേര് അതിൽ ഒട്ടിച്ചെന്ന് പറഞ്ഞ് അതിന് ലോക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാല്യുബിൾസ് ഒന്നും അവിടെ ഒന്നും നിങ്ങൾ വെച്ചിട്ട് പോകരുത് കേട്ടോ. ഇവിടുത്തെ ലോക്ക് എന്ന് പറഞ്ഞാൽ കീ ഒന്നും വേണ്ട. നിങ്ങൾക്ക് നാട്ടിലും ഒക്കെ പുരോഗമിച്ചു കാണും, എനിക്കറിയത്തില്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ആ ലോക്ക് ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല, എപ്പോഴെങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്പർ ലോക്ക് തിരിച്ചിരിച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു ലോക്ക് നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ഓൾറെഡി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വാല്യുബിൾസ് ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ലൈസൻസോ നിങ്ങളുടെ ഐഡിയോ എന്തെങ്കിലും ലോക്കറിൽ നേരത്തെ വെച്ചിട്ട് പോകാൻ പറ്റും. നിങ്ങൾ ആ ഫസ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ കയ്യിൽ ആ ലോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലോക്കർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ആ ലോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ ലോക്കറിൽ നിങ്ങളുടെ വാല്യുബിൾസ് വെച്ച് പൂട്ടി കെട്ടിയിട്ട് പോവാം. ഓക്കെ. പിന്നെ ലഞ്ച് കൊണ്ടുപോകുന്നത് മോസ്റ്റ്ലി ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവർക്ക് ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ കാണും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഞ്ച് കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കറി കാര്യങ്ങളൊന്നും ലഞ്ച് കൊണ്ടുപോകരുത് പ്ലീസ്. എന്തെങ്കിലും സാലഡോ എന്തെങ്കിലും സാൻഡ്വിച്ചോ അങ്ങനത്തെ സംഭവങ്ങൾ മാത്രമേ കൊണ്ടുപോകുള്ളൂ. ചിലയിടത്തൊക്കെ നമ്മുടെ ഒരു കൾച്ചർ ഡൈവേഴ്സിറ്റി ഒക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ മസാല കറികൾ ഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ അത് ഭയങ്കര സ്മെല്ല് വരും ലൗഞ്ചിൽ മൊത്തം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് വേർഡ്സ്. ഇപ്പം ഞാൻ ലൗഞ്ച് എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിപ്പോൾ ലോഞ്ചെന്ന് എന്തോ അല്ലേ നമ്മൾ പറയുന്നത്, നമ്മൾ കഴിക്കുന്ന ഏരിയ. ഇവിടെ പറയുന്ന ലൗഞ്ചാണ്. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ദിവസത്തെ ഇവിടെയൊക്കെ 6 ആഴ്ചത്തേക്ക് ഒരുമിച്ചൊക്കെയാണ് സ്കെഡ്യൂൾ ഇടുന്നത്. നമ്മുടെ നാട്ടിൽ സ്കെഡ്യൂൾ എന്നോ അങ്ങനെ എന്തോ ആണ് പറയണത്, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഞാൻ പറയുന്നത് അങ്ങനെ സ്പെസിഫിക്കലി കറക്റ്റ് അല്ല, പക്ഷേ അങ്ങനെയാണ് സ്കെഡ്യൂൾ. അപ്പോൾ ആ ഒരു നമ്മുടെ മാനേജറിനോട് ചോദിച്ച് നിങ്ങളെ സ്കെഡ്യൂളൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചത്തെ എപ്പോഴാണ് നിങ്ങൾ വരേണ്ടത് പോകേണ്ടത് എന്നൊക്കെ ഇതാക്കുക. അത്യാവശ്യം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇനി വേണം, എന്തെങ്കിലും അയച്ചു കൊടുക്കാനുണ്ടോ അങ്ങനെയൊക്കെ. നിങ്ങളുടെ ഫസ്റ്റ് ഡേ ഞാൻ ഓവർ സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നിങ്ങളുടെ ACLS BLS നിങ്ങളുടെ ലൈസൻസിൻ്റെ കോപ്പി അങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങളുടെ ലോക്കർ കിട്ടുമ്പോൾ അവിടെ വെച്ചാൽ മതി. ഇനിയും മാനേജറിന് വേണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇവിടെ എല്ലാം നമുക്ക് ഇമെയിലിലോട്ട് സെൻഡ് ചെയ്തും കൊടുക്കാം, അങ്ങനെ വായിക്കാം. അതുകൊണ്ട് അതൊന്നും വലിയ അറിയില്ല. ഞാനിപ്പം ഒത്തിരി ജോബ്സ് ചേഞ്ച് ചെയ്തുകൊണ്ട് എനിക്കറിയാം ഇതൊക്കെ വേണം. ഞാനതൊക്കെ ആദ്യം ദിവസം തന്നെ പൊക്കി എടുത്തുകൊണ്ട് പോകും. അതൊന്നും പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഡോക്ടേഴ്സിനെ ഒന്നും കാണുമ്പോൾ തന്നെ ചാടി എണീക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എല്ലാവരെയും നല്ല റെസ്പെക്റ്റ്, എല്ലാവരും ഈച്ച് ആൻഡ് എവറി പേഴ്സണെ നമ്മൾ നല്ലതായിട്ട് തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ആരെ കണ്ടാലും അവിടെ വർക്ക് ചെയ്യുന്നതാണ് ഡോക്ടറാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല. എവറിബഡി ലുക്സ് സെയിം. അതുകൊണ്ട് നിങ്ങൾ ഇരിക്കുന്നിടത്തും ചാടി എണീറ്റ് അങ്ങനത്തെ റെസ്പെക്റ്റ് ഒന്നും കാണിക്കണ്ട. അവർക്ക് വേണ്ടത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളോട് പേര് വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞല്ലോ, എപ്പോൾ നിങ്ങൾ പേര് പറയാൻ നിങ്ങളുടെ അലേർട്ട് വരണം, നിങ്ങളുടെ പേര് നല്ല സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എവിടെ നിന്നാണ് എനിക്ക് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിലാണ് ഇങ്ങനെയാണെന്നൊക്കെ അടിപൊളിയായിട്ട് പറഞ്ഞു കൊടുക്കുക, നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മുടെ ആക്സെൻറ്റ് ഇച്ചിരി ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർക്ക് ക്യാച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് കാണും. അപ്പോൾ നമ്മളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചത്. നീണ്ടു പോയോ എന്നറിയത്തില്ല. എനിവേ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതിനൊന്ന് പ്രിപ്പയർഡായി പോവുകയാണ്, നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. അത് നിങ്ങളെ ഫസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ ഫസ്റ്റ് വീക്കിൽ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യും.
അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. നമ്മൾ ഒത്തിരി നഴ്സിംഗ് റിലേറ്റഡ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം. ഇതിൻ്റെ ബാക്കിലൊക്കെ ഉണ്ട്. എൻക്ലെക്സ് റിലേറ്റഡ് ഒക്കെ ഞാൻ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ചില ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ. ഈ കമൻറ്റിങ് ഞാൻ എന്താണെങ്കിലും മെസ്സേജ് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആവശ്യമുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ടാറ്റാ, ബൈ ബൈ.